ഹായ്, എല്ലാവർക്കും എപ്പോഴും സംശയവും കാര്യങ്ങളുമുള്ള ഒരു മേഖലയാണല്ലോ വാക്സിങ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള വാക്സുകളും അതിൻ്റെ പണിയും അതെന്തിനു വേണ്ടി എങ്ങനെ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റ് ജസ്റ്റ് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത് ഒന്ന് ഐറ്റൽ വാക്സ്, റിക്ക, അതുപോലെ തന്നെ ഒലീവിയയുടെ ലിപ്പോസോലുബിൾ വാക്സ് ഉണ്ട്, ഫ്ലോറിനയുടെ ലിപ്പോസോലുബിൾ വാക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം 900 to 1200. അതുപോലെ തന്നെ വളരെ നല്ലൊരു ലിപ്പോസോലുബിൾ വാക്സാണ് ബോഡി കെയറിൻ്റെ ചാർക്കോളിൻ്റെ വാക്സ്. ഓക്കെ, ഇതാണ് ഒരു സെഗ്മെൻറ്റ്. ഈ ലിപ്പോസോലുബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വെജിറ്റബിൾ ഓയിൽസാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെജിറ്റബിൾ ഓയിൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പാരഫീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് വാക്സിങ് ചെയ്ത് കഴിഞ്ഞാലും ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവ്, അതുപോലെ തന്നെ ഡ്രൈ ആവാനുള്ള സാധ്യതയില്ല. അതെല്ലാം ഈ വാക്സിൽ ധാരാളമായിട്ടുണ്ട്. റിക്കയിലൊക്കെ അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഓറഞ്ച് കളറുള്ള വാക്സിൽ നന്നായിട്ട് പാരഫീനിയം ഓയിൽ ഉണ്ട് എന്നാണ് അവരുടെ ടെക്നീഷ്യൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഈ പാരഫീനിയം ഓയിൽ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നിനും സ്കിന്നിനായാലും ഡ്രൈനെസ് ഉണ്ടാവില്ല. സാധാരണ നോർമലി നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും, അതൊന്നും ഉണ്ടാവില്ല ഈ ഐറ്റൽ വാക്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഐറ്റൽ വാക്സിൻ്റെ ഈ റെഡ് കളറുള്ളത് നോർമലി നമ്മൾ വാക്സിങ് 20 days അല്ലെങ്കിൽ 30 days കൂടുമ്പോഴാണ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ബ്രൈഡിന് ചില സമയത്ത് ഒരു വാക്സിങ് കഴിഞ്ഞാലും ബ്രൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 10 ദിവസം കൊണ്ട് വീണ്ടും ഹെയർ ഗ്രോത്ത് ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും നമുക്ക് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഈ ഒരു വാക്സ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും ചെയ്യാം, യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല. ഐറ്റൽ വാക്സിൻ്റെ ഈ റോസ് കളറുള്ളത് ഈ നമ്മളിവിടെ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒത്തിരി ആളുകൾക്ക് കൊടുത്തു, എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞു. അതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് നമ്മൾ ക്ലാസ് നടത്തിയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു റിവ്യൂ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഐറ്റൽ വാക്സ്. അതുപോലെ തന്നെ റിക്ക, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റിക്ക വാക്സ് അല്ലെങ്കിൽ ഈ ഐറ്റൽ വാക്സ് അതുപോലെയുള്ള ഇപ്പോൾ ഒലീവിയ, ഫ്ലോറിന, ഈ വാക്സിൻ്റെ ഒക്കെ പ്രത്യേകത നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വാക്സ് ഹീറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ കാണിച്ചതുപോലെ വാക്സ് ഹീറ്ററിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് വാക്സ് ചെയ്യേണ്ടി വരിക. പിന്നെ നോർമലി നമ്മളുടെ ഇതിൽ വരുന്ന ഒരു അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഹോട്ട് വാക്സ്. നോർമൽ ഹോട്ട് വാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ കാണുന്നതാണ്. ഇതൊരു ഹോട്ട് വാക്സ് ആണ്, സ്ലീക്കിൻ്റെ ബോഡി കെയറിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹണിയാണ്. ഓക്കെ, അപ്പോൾ നോർമലി ഇങ്ങനെ വരുന്ന വാക്സിനുള്ളിൽ ഇത് ഹണിയാണ്, നോർമലി ഹണി വാക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അടുത്ത് കൂടുതൽ ഇവിടെ പോകുന്നത് സ്ലീക്കാണ്. സ്ലീക്കിൻ്റെ ഹോട്ട് വാക്സിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഷുഗറാണ്. ഇത് രണ്ടുമാണ് മെയിൻലി വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന എല്ലാവിധ സാധനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ഒട്ടുമിക്ക ഹോട്ട് വാക്സിലും ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ലെമൺ, അതുപോലെ ഇതിൻ്റെ അലോവേര, ഇങ്ങനെയുള്ള കുറേ ഫ്ലവേഴ്സ് വേറെ വേണം. പിന്നെ അതുകൂടാതെ നമുക്ക് നന്നായിട്ട് പോകുന്ന ഒരു വാക്സാണ് ഇവൻസിൻ്റെ പല ഫ്ലേവറിലുള്ള വാക്സുകൾ. ഇവൻസിൻ്റെ വലിയ നോർമൽ വാക്സും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വാക്സുകളിൽ ലിപ്പോസോലുബിൾ വാക്സാണ് കമ്പാരിറ്റീവ്ലി സേഫ്, അതുപോലെ തന്നെ നമുക്ക് ഈസിയാണ്. പക്ഷേ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ളത് ബൈ പ്രാക്ടീസിൽ പെട്ടെന്ന് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പഠിക്കണം. പിന്നെ ഇപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റ് നമ്മൾ എപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ബിഫോർ വാക്സിങ് ഓയിലുണ്ട്, ആഫ്റ്റർ വാക്സ് ജെല്ല്. അത് ചിലതിൽ ജെല്ലായിട്ട് വരും, ചിലതിൽ ഓയിലായിട്ട് വരും. ഇപ്പോൾ റിക്കയുടെ ആണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് പ്രീ വാക്സിങ് ജെല്ല്. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കയ്യിൽ ഉണ്ടാകുന്ന ഡേർട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പോസൊക്കെ ഓപ്പണായി ഈസി ആയിട്ട് നമുക്ക് വാക്സ് ചെയ്യാൻ ഇതിൻ്റെ ഇതുകൊണ്ട് കഴിയും. ഇതിൻ്റെ തന്നെ ആഫ്റ്റർ വാക്സ്, പോസ്റ്റ് വാക്സ് ഓയിലുണ്ട് സെയിം. ഇതുപോലെ തന്നെ ബോഡി കെയറിൽ ഇതുണ്ടോ പോസ്റ്റ് വാക്സ് ഓയിൽ, വാക്സിങ് ജെല്ല്, ബിഫോർ വാക്സ് ചെയ്യുന്നതിന് മുന്നുള്ള ജെല്ല്. ഇത് ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യം ബീൻസ് വാക്സ്, സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ് ചെയ്യാനായിട്ട്, ഇപ്പോൾ അണ്ടർആം പോലെയുള്ള അപ്പർ ലിപ്പ്, അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വാക്സുകളിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്ന 2-3 സാധനങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പറയാനുള്ള മെയിൻലി ബോഡി കെയറിൻ്റെ സെയിം ഇങ്ങനത്തെ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ബ്ലോക്കായിട്ടാണ് ഇത് വരിക. ഈ സാധനം വളരെ നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ചൂടാക്കുക, ഒരു ചെറിയ കഷ്ണം എത്രയാണ് ആവശ്യമുള്ളത് ഒടിച്ചിട്ടതിന് ശേഷം ഹീറ്ററിലിട്ട് ചൂടാക്കിയിട്ട് എവിടെയാണ് വെക്കേണ്ടത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഡ്രൈ ആവും. എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഹെയർ ഗ്രോത്തിന് ഓപ്പോസിറ്റായിട്ട് വലിച്ചാൽ മതി. ഇതിൻ്റെ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇത് ചാർക്കോളാണ്. ഇതിൻ്റെ പിന്നെ
ഇതാ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് വാക്സ്. അത് കൂടാതെ എൻ്റെ ഒരു ജെൽ ടൈപ്പ് കൂടി ഉണ്ട്. ഈ രണ്ട് സാധനമാണ് ബോഡി കെയറിൻ്റെ നമുക്ക് അവൈലബിൾ. സൂപ്പർ സാധനമാണ്, ഒന്നും പറയാനില്ല. ഒത്തിരി ആളുകൾ ഇത് തന്നെ മേടിച്ച് വന്ന് കൊണ്ടുപോകണതാണ്. അടിപൊളി സാധനം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഇതേ സെയിം സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലോറിനയുടെ ചെറുത്. ഇതാകുമ്പോൾ ഏതാണ്ട് ഒരു ഇതിൻ്റെ വില വന്നിട്ട് 1199 രൂപ വരും നമ്മുടെ ഈ ബോഡി കെയറിൻ്റെ സാധനമാകുമ്പോൾ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് കുറവാണ്. ഇതിനാകുമ്പോൾ 310 രൂപ MRP, ഇതിനാകുമ്പോൾ 235 രൂപ MRP. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതിന് റേറ്റ് നമ്മുടെ ഇവിടുത്തെ ഡിസ്കൗണ്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന വേറൊന്ന്, ഇപ്പോൾ ബോഡി കെയറിൻ്റെ ചില വാക്സുകൾ പലർക്കും അഫോർഡബിൾ അല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ഇതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യേണ്ടവർക്ക് ഇത് നല്ലതാണോ എന്ന് അറിയാനായിട്ട് ട്രൈ ചെയ്യാനുള്ളൊരു സംവിധാനത്തിൽ ചെറിയ ബോക്സുകളായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. തുറന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ബോക്സ് നമുക്ക് ആവശ്യമുള്ളത് പൊട്ടിച്ചിട്ട് ഹീറ്ററിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ആവുന്നുള്ളൂ. ഈ ഒരു ഇതിന് വരുന്ന എമൗണ്ട് MRP 150 രൂപ ഈ ഒരു ബോക്സ്. ഓക്കെ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ശരിക്കും ചോക്ലേറ്റിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബോക്സ് കൂടാതെ ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്ക് കളറുള്ള ചാർക്കോൾ വാക്സ്, ഇതൊക്കെ നല്ല സൂപ്പറാണ്. കാരണം ഇതിനു മുമ്പ് ആളുകൾ കൊണ്ടുപോയിട്ടും ചെയ്തിട്ടുള്ളൊരു പറഞ്ഞും കേട്ടിട്ടുണ്ട്. ടാൻ ഉൾപ്പെടെ റിമൂവ് ആവും. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ പ്രൊഡക്റ്റാണ്, ഒന്നും പറയാനില്ല. ശരിക്കും അപ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. സെൻസിറ്റീവ് പാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ വാക്സിങ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇത്രയും കാര്യങ്ങൾ വേണം വാക്സിങ്ങിന്. ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്. അതിലെല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ റിക്ക ഇത്രയും നാളും നമ്മൾ സെൻസിറ്റീവ് പാർട്ട് അല്ലെങ്കിൽ അപ്പർ ലിപ്പൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അവക്കാഡോ എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മിൽക്ക് ഇല്ല, കാണാനില്ല. ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ പാട്. അപ്പം ഈ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ടിന്ന്. അവക്കാഡോ ഫ്ലേവർ വരുന്നത് നോർമലി അപ്പർ ലിപ്പ് പോലെയൊക്കെ ചെയ്യാനായിട്ടുള്ള സെൻസിറ്റീവ് പാർട്ടിനുള്ള ഇതാണ്. സ്ട്രിപ്പില്ലാതെ നമുക്ക് ജസ്റ്റ് വലിച്ചെടുക്കാവുന്ന രീതിയിൽ. ഇപ്പോൾ അതിങ്ങനെ ഒരു ബീൻസ് ടൈപ്പിലും കൂടി വരുന്നുണ്ട്. പുതിയതായിട്ട് റിക്കയുടെ വന്നതാണ്. ഇതിന് വില വന്നിട്ട് 1600 രൂപ വരും. ഇതിൻ്റെ വെയിറ്റ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 800 ഗ്രാം തന്നെ 800 ഗ്രാം തന്നെയുള്ളൂ. പിന്നെ ഇത് അങ്ങനെ വലിയ ബ്രാൻഡൊന്നുമല്ല, ഒരു വെരി നോർമൽ 580 MRP. ദെൻ ഇതിൻ്റെ ഐറ്റൽ വാക്സിൻ്റെ ഇതേപോലെ തന്നെ ഇറ്റാലിയനാണ്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് വാക്സ് ചെയ്യാൻ സെൻസിറ്റീവ് പാർട്ട്, പ്രൈവറ്റ് പാർട്സ് ഏറ്റവും സിമ്പിളായിട്ട് വാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് പറയാൻ കാരണം ഇവിടെ ക്ലാസ് ചെയ്ത സമയത്ത് എൻ്റെ താടി അവർ ഈ വാക്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ എവിടെയോ ഉണ്ട്, വൈകാതെ വരും അല്ലേ. എൻ്റെ താടി ശരിക്കും സെറ്റ് ചെയ്തിരുന്നു. അത്രത്തോളം ഈസിയാണ്. പക്ഷേ എനിക്ക് വലിയ പെയിനൊന്നും തോന്നിയില്ല. ഞാൻ തന്നെയാണ് ഇരുന്നത്. അവരിവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ആക്ച്വലി നമുക്ക് എന്തായാലും നമ്മുടെ മുഖത്തുനിന്ന് രോമം പറിക്കുമ്പോൾ നമ്മളൊരു പെയിൻ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അത്രയും പോലും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് പെയിൻ ഇല്ല എന്ന് എനിക്ക് തോന്നിയ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്ക് എത്ര സെൻസിറ്റീവായ പാർട്സ് ആയിക്കോട്ടെ, എത്ര സെൻസിറ്റീവായ സ്കിൻ ആയിക്കോട്ടെ, വളരെ എഫക്റ്റീവായൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ 2 ഫ്ലേവേഴ്സ് ഉണ്ട്. ഐറ്റൽ വാക്സ് ഇപ്പോൾ നമുക്ക് വന്നേക്കണേൽ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% വരെ ഡിസ്കൗണ്ട് കൂടി ലഭിക്കും. ഇതിന് 950 രൂപയാണ് MRP ഉള്ളൂ. അതിൽ ഏതാണ്ട് 20%-ഓളം ഡിസ്കൗണ്ട് കിട്ടും. നേരെ മറിച്ച് നമ്മളിപ്പോൾ റിക്കൊക്കെ എടുക്കുമ്പോൾ ഇത്രയും വലിയ കണ്ടെയ്നർ നിങ്ങൾ എടുക്കണമെങ്കിൽ ഏകദേശം 1600 രൂപയോളം വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നോ എന്ന് എനിക്കറിയില്ല. കാട്രിഡ്ജ് വാക്സ്, ഇതും പല ഫ്ലേവറിൽ ലഭ്യമാണ്. നിലവിൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇതും ഉണ്ട്, ഒരു ബ്രാൻഡഡ് വൺ കേട്ടോ. ഇതും പിന്നെ ബയോസോഫ്റ്റിനും ഉണ്ട്. ഈ 2 സാധനങ്ങളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബയോസോഫ്റ്റിൻ്റെ ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നില്ല. ഇത്തരം സാധനങ്ങളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാക്സിങ്ങിൻ്റെ ഏരിയയിൽ നമ്മളുടെ ഇവിടെ ഉള്ളത്. ഒത്തിരി ബ്രാൻഡുകളുണ്ട്, കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സേഫായിട്ട് ഉപയോഗിക്കുന്നത് ലിപ്പോസോലബിൾ വാക്സ് തന്നെയാണ്. അതിന് കാരണം മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും ഹോട്ട് വാക്സോ ഷുഗർ വാക്സോ ചെയ്ത് കഴിഞ്ഞാൽ, ഹണി വാക്സോ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയും പറ്റി പിടിക്കുകയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് തറയിൽ വീണ പോണില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയണേക്കാം.
അതിന് ഏറ്റവും നല്ലത് നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡായിട്ട് പോകുന്നത് ഐറ്റൽ വാക്സും റിക്കയുമാണ്. ലിപ്പോസോലബിൾ വാക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും മറ്റുള്ളതൊക്കെ വെച്ചാൽ മുടി പൊട്ടിച്ചെടുക്കുക ചെയ്യുക, പക്ഷേ ഇത് ശരിക്കും മുടി സ്ക്യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് എപ്പോഴും കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഹോട്ട് വാക്സിനെ അപേക്ഷിച്ചിട്ട് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും കൂടുതൽ എന്താ പറയുക, മറ്റേതൊരു ഫുൾ ബോഡി 2 ചെയ്യാൻ പറ്റുള്ളെങ്കിൽ റിക്ക അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ശരിക്കും ഒരു 5 ഫുൾ ബോഡി വരെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതേപോലെ ഹെയർ ഗ്രോത്ത് കുറവായിരിക്കും, പെയിൻ കുറവായിരിക്കും. നമ്മളെപ്പോഴും വാക്സ് ചെയ്യണ സമയത്ത് അത് നമ്മൾ സ്കിന്നിനനുസരിച്ചിട്ട് തിരഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും. സെൻസിറ്റീവ് സ്കിന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാക്സിങ്ങിൻ്റെ ഒരു ചെറിയ ഏരിയ. ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അതിന് തൽക്കാലത്തേക്ക് ബൈ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വളരെ പെട്ടെന്ന് ചെയ്തതാണ്. എനിവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ബൈ.